ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ 67-ാമത്തെ സൂക്തമാണ് നമ്മൾ പഠിച്ചത്. സമുദ്രത്തിൽ ആപത്തണയുമ്പോൾ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ നിങ്ങളെ വിട്ടുപോകും, അപ്രത്യക്ഷരാകും. അള്ളാഹു മാത്രമാണ് ഉണ്ടാവുക. അവൻ നിങ്ങളെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ പക്ഷേ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 68-ാമത്തെ സൂക്തത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഫ അമിൻതും അൻ യഖ്സിഫ ബികും ജാനിബൽ ബർരി ഔ യുർസില അലൈക്കും ഹാസിബൻ സുമ്മ ലാ തജിദൂ ലക്കും വക്കീല. അവൻ എപ്പോഴെങ്കിലും നിങ്ങളെ കരയിൽ തന്നെ ആഴ്ത്തിക്കളയുകയോ നിങ്ങൾക്ക് മീതെ കല്ലുകൾ വർഷിക്കുന്ന കൊടുങ്കാറ്റ് അയക്കുകയോ ചെയ്യുകയും എന്നിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെയും കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ തികച്ചും നിർഭയരായണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കടലിലെ ദുഷ്കരമായ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ കരയിലെത്തുമ്പോൾ രക്ഷിച്ച നാഥനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, ഇനി കര നിങ്ങൾക്ക് അത്ര സുരക്ഷിതമാണോ? കടലിൽ നിന്ന് രക്ഷപ്പെട്ടു കരയിലെത്തി എല്ലാം മറന്ന് ജീവിക്കാമെന്ന് കരുതുകയാണോ? കരയിലും പലതരം ആപത്തണക്കാൻ നമുക്ക് സാധിക്കില്ലേ? കര സുരക്ഷിതമാണെന്ന് കരുതിയാണോ നിങ്ങൾ കടലിൽ നിന്ന് രക്ഷപ്പെട്ട ഉടനെ തിരിഞ്ഞ് നന്ദികേട് കാണിക്കുന്നത്? കരയിൽ വേണമെങ്കിൽ നമുക്ക് നിങ്ങളെ ആഴ്ത്തിക്കളയാം. ഭൂമി നിങ്ങളെ വിഴുങ്ങുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നിർഭയരാണോ? ധിക്കാരിയായ ഖാറൂനെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ ചരിത്രപാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? പിന്നെയും നിങ്ങൾ നന്ദി കെട്ടവരായി ഷിർക്കിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ജാനിബുൽ ബർ എന്ന് പറയുമ്പോൾ കരയുടെ ഒരു ഭാഗം അഥവാ ഭൂമിയിൽ എന്ന് തന്നെയാണ് അർത്ഥമെന്ന് ആണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മൊത്തത്തിൽ ഭൂമി, കടൽ ഭാഗം എന്ന് പറയുന്നതൊക്കെ കരയുടെ ഭാഗം തന്നെയാണല്ലോ. കടലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ എത്തുന്നത് കരഭാഗത്താണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിന്തിക്കാൻ കൂടിയാണെന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നുണ്ട്. മറ്റൊരു ആപത്ത് നിങ്ങൾക്ക് കരയിൽ വരാൻ സാധ്യതയുള്ളത് ശിലകൾ വർഷിക്കുന്ന കൊടുങ്കാറ്റാണ്. ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനതയ്ക്ക് നേരെ നാം അയച്ചത് അത്തരം ചരൽക്കാറ്റുകളായിരുന്നു. അത് അവരെ മുച്ചൂടും തകർത്ത് കളഞ്ഞില്ലേ? അത്തരം അവസ്ഥകളെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിക്കുകയാണ്. ഹാസിബ് എന്നത് ചരൽ വർഷിക്കുന്ന കാറ്റാണ്. അതിൽ മണലും ചെറിയ കല്ലുകളും ഉണ്ടാവും. ചിലപ്പോൾ അത് കൽമഴയായും വരും എന്നാണ് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ജനത്തെ നശിപ്പിക്കാൻ അയക്കുന്ന കാറ്റിൻ്റെ കാഠിന്യവും ശിക്ഷാരീതിയും ധ്വനിപ്പിക്കുന്ന ഒരു വാക്കാണിത്. അബ്രഹത്തിൻ്റെ ആനപ്പടയെ നശിപ്പിക്കാൻ ചൂളവെക്കപ്പെട്ട കല്ലുകൾ വിതറിയതും നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ഇങ്ങനെ ഭൂമിയും കരയും നിങ്ങൾക്ക് അത്ര സുരക്ഷിതത്വമൊന്നുമല്ല എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. എന്നല്ല, ആപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കൊരു സഹായിയെയും സംരക്ഷകനെയും വക്കീലിനെയും വേറെ കിട്ടുകയില്ല. അതിനാൽ കടലിൻ്റെ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അള്ളാഹു അല്ലാത്ത നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാവരും കൈവിട്ട് അപ്രത്യക്ഷമായതുപോലെ കരയുടെ കാര്യത്തിലും അത് തന്നെയാണ് ഉള്ളതെന്ന് തിരിച്ചറിയണം. കടൽ ചിലപ്പോൾ ഇളകുന്നത് കൊണ്ട് നിങ്ങൾക്ക് നൗകകളിൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഭയം തോന്നുന്നുണ്ടാകും. എന്നാൽ കരയും പൊട്ടിപ്പിളരുന്നതും നിങ്ങളെ വിഴുങ്ങാൻ സാധ്യതയുമുള്ള കടൽ പോലെയുള്ള ഒന്ന് തന്നെയാണ്. അപ്രകാരം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കൽമഴകൾ പെയ്യാനും സാധ്യതയുണ്ടല്ലോ. കടലിൽ നിങ്ങളെ രക്ഷിക്കാൻ അള്ളാഹുവേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യ, നിങ്ങൾക്ക് കരയുടെ കാര്യത്തിലും അള്ളാഹു തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധമുണ്ടാകണം. മനുഷ്യൻ വലിയ വലിയ വിളവനാണ്. അവൻ വിചാരിക്കുന്നു അവന് മാത്രമേ ബുദ്ധിയുള്ളൂ. വളരെ കൃത്യമായി രസകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവദിക്കുകയാണ്. ഷിർക്കുകൾ വിട്ടുകൊണ്ട് നിങ്ങൾ തൗഹീദിലേക്ക് വരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തൗഹീദ് പാലിക്കണമെന്ന് കൂടി ഇതിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു രൂപത്തിൽ അല്ലാഹു പറയുന്നു 69-ാമത്തെ സൂക്തത്തിൽ, അം അമിൻതും അൻ യുഈദകും ഫീഹി താറത്തൻ ഉഖ്റ ഫയുർസില അലൈക്കും ഖാസിഫം മിനർ റീഹി ഫയുഗ്രികകും ബിമാ കഫർതും സുമ്മ ലാ തജിദൂ ലക്കും അലൈനാ ബിഹി തബിഅ. അതുമല്ലെങ്കിൽ അവൻ വീണ്ടും ഒരിക്കൽ നിങ്ങളെ സമുദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും നന്ദികേട് കാണിച്ചതിന് ശിക്ഷയായി കൊടുങ്കാറ്റയച്ച് നിങ്ങളെ മുക്കിക്കളയുകയും
ആ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിവുള്ള ആരെയും കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ഇനി മറ്റൊരു നിലക്ക് നിങ്ങൾ ചിന്തിച്ചോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലെത്തി, നിങ്ങൾ അതേ നിലപാട് തന്നെ ആവർത്തിച്ചു. എന്നാൽ അതേ നിങ്ങളെ വീണ്ടും കടലിൽ എത്തിക്കാൻ അള്ളാഹുവിന് വല്ല പ്രയാസവുമുണ്ടോ? നിങ്ങൾ ഒരിക്കൽ മാത്രമാണോ കടലിൽ പോവുക? അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇനിയും കടൽ സഞ്ചാരം നടത്തേണ്ട അവസ്ഥ വരില്ലേ? അങ്ങനെ വീണ്ടും ഒരിക്കൽ നിങ്ങൾ സമുദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആദ്യത്തെ നന്ദികേടിന് പകരം വീട്ടാനായി രൂക്ഷമായ കൊടുങ്കാറ്റിനെ അയച്ച് നിങ്ങളെ മുക്കിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരാണ്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? കടലിൽ നിന്ന് കരയിലേക്ക്. എന്നാൽ അതേ കരയിൽ നിന്ന് കടലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സ്രഷ്ടാവായ റബ്ബിന് വളരെ പ്രയാസമുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് ഉള്ളത്? തുടർന്ന് ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിവുള്ള ആരെയും കണ്ടെത്താതിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു? എന്താണ് സംഭവിച്ചത് എന്നും അന്വേഷിക്കാൻ പറ്റിയ ഒരാളെയും കണ്ടെത്താതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിർഭയരാണോ? ചബിയൻ എന്നതിന് പിന്തുടരുന്നവൻ, സംഭവിച്ചതിന് പ്രതികാരം ചെയ്യുന്നവൻ, സംഭവിച്ചതിൽ നിന്ന് രക്ഷിക്കുന്ന സഹായി എന്നൊക്കെ പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഖതാദ പറയുന്നത്, നമ്മൾ ചെയ്ത സംഗതിയെക്കുറിച്ച് പിന്തുടരുന്ന ആരെയും നാം ഭയപ്പെടുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നതിൻ്റെ ഉദ്ദേശം. നമ്മളെ ആര് പിന്തുടർന്നാലും അവനൊരു പിടുത്തവും കിട്ടുകയില്ല. വളരെ ശ്രദ്ധേയമായ ഒരു വർത്തമാനമാണ് കാലികമായ പാഠവുമായി വെച്ചുകൊണ്ട് ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അപകടവും പറ്റില്ല എന്ന് പറഞ്ഞ് പുറപ്പെട്ട ടൈറ്റാനിക് കപ്പൽ അത് ദുരന്തത്തിൽപ്പെട്ടുവെന്ന കാര്യം നമുക്കറിയാം. അത് അന്വേഷിച്ചു പോയ സംഘങ്ങൾക്ക് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പെയ്തിറങ്ങിയ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങൾ എന്താണ് നമ്മുടെ ന്യൂ ജനറേഷൻ മനസ്സിലാക്കാത്തത്? അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഓഷ്യനോഗ്രഫിയോ അതുപോലെയുള്ള പഠനങ്ങളോ നടത്തി ഖുർആനിൻ്റെ ഈ മണിമുത്തുകളെ എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് കൊണ്ടുവരാത്തത്? എന്തൊരു സാധ്യതയുള്ള പഠന വിഷയങ്ങളാണ് ഉള്ളത്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുവാൻ നമുക്ക് എന്തെല്ലാം പാഠങ്ങളുണ്ട് എന്ന് ഈ സമയത്തെങ്കിലും നമ്മൾ ഓർക്കേണ്ടതല്ലേ? ഈ വിശുദ്ധ റമദാനിൽ, ഈ വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പുതിയ കാലം, ഖുർആനികമായി ചിന്തിക്കുന്ന, ഖുർആനികമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, അത് സമുദ്രശാസ്ത്രമാവട്ടെ, അസ്ട്രോണമി ആവട്ടെ, അസ്ട്രോളജി ആവട്ടെ, എന്തായിരുന്നാലും സത്യവിശ്വാസികൾ അത്തരം പഠനങ്ങളിലേക്ക് പോയി അവരുടേതായ ഒരു നാസ സ്ഥാപിച്ച് ലോകത്തിന് ഏത് വിഷയത്തിലും ഖുർആനിൻ്റെ വെളിച്ചം നൽകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് 60ഓളം വരുന്ന മുസ്ലിം രാജ്യങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഇനി എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക? അത്രയൊത്തുമോളമൊന്നും പോകാൻ പറ്റില്ലെങ്കിലും ഈ ഒരു റമദാനിൽ, ഈ ഒരു ഖുർആനിലൂടെ, ഈ ഒരു സൂറത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ ചിന്തകൾ വ്യക്തികൾക്കും മഹല്ലുകൾക്കും ആവാമെന്ന് സാന്ദർഭികമായി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. തുടർന്ന് പറയുന്നു, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ആദം സന്തതികൾക്ക് നാം മഹത്വമേകി എന്നത് നമ്മുടെ കാരുണ്യമാകുന്നു. അവർക്ക് നാം കടലിലും കരയിലും വാഹനങ്ങൾ നൽകി, ഉത്തമ പദാർത്ഥങ്ങൾ ആഹാരമായി നൽകി, നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളെക്കാൾ പ്രകടമായ ഔന്നത്യം അരുളുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ആയത്തിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, തീർച്ചയായും ആദം സന്തതികൾക്ക് നാം മഹത്തരമേകിയിരിക്കുന്നു എന്നത്. എല്ലാ സൃഷ്ടികൾക്കും മേൽ മനുഷ്യർക്ക് അല്ലാഹു പ്രത്യേകം അധികാരം നൽകി എന്നത്, അവരെ മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നതുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ജരീർ അത്വബരി പറയുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിഘടന ഏറ്റവും നല്ല രൂപത്തിലാക്കി, കാലുകൾ കൊണ്ട് ഉയർന്നു നിൽക്കാനും നടക്കാനും കൈകൾ കൊണ്ട് ഭക്ഷിക്കാനും അവരെ സാധ്യമാക്കി. ഇത്തരം കാര്യങ്ങളാണ് കറംന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. പ്രത്യേക രൂപത്തിലുള്ള കാഴ്ചയും കേൾവിയും വിവേചന ശക്തിയും അതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ പ്രത്യേകമായ കാരുണ്യമാണ്. വലഖദ് കറംനാ ബനി ആദം. രണ്ടാമത് പറയുന്നത്, അവർക്ക് നാം കടലിലും കരയിലും വാഹനങ്ങൾ നൽകി. ഇത് മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു അനുഗ്രഹമാണ്. ഹമല എന്നാൽ വഹിച്ചു എന്നാണ് അർത്ഥം. നാം അവരെ വഹിപ്പിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വാഹനപ്പുറത്തും മൃഗങ്ങളുടെ പുറത്തും സഞ്ചരിക്കാൻ അവരെ പരിശീലിപ്പിച്ചു എന്നാണ്. അഥവാ കരയിൽ അവയെ മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയിലും നമ്മൾ പറയുന്നത്
ഈ വാഹനങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ പരിശുദ്ധൻ, സഖറലന എന്നാണ്. അപ്പൊ അള്ളാഹുവാണ് വാഹനങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്. കടലിലെ വാഹനങ്ങൾ നൗകകളും കപ്പലുകളും പോലെ ഉള്ളതാണ്. ഇതും അള്ളാഹു മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതാണ്. കാലം എത്ര പുരോഗമിച്ചാലും ഇന്നും കപ്പലിലൂടെ മാത്രം സാധ്യമാകുന്ന ചില ചരക്ക് നീക്കങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഓയിൽ, പെട്രോളിയം അതുപോലെ ഉള്ളത് അത് കടലിലൂടെ, കരയിലൂടെ മാത്രമേ ഒരു പരിധിവരെയൊക്കെ സാധ്യമാവുകയുള്ളൂ എന്നത് ഈ ഒരു കാലത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ അനുഗ്രഹത്തെ പറ്റിയും ചിന്തിക്കണം നമ്മൾ. അതെല്ലാം അള്ളാഹുവിൻ്റെ സംഭാവനകളാണ്, റഹ്മത്താണെന്ന് നമ്മൾ ഓർക്കണം. ആ ബലത്തിലാണ് രാജ്യങ്ങൾ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം, അന്നം കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത്, ഉത്തമ പദാർത്ഥങ്ങൾ ആഹാരമായി നൽകി എന്നതാണ്. ആഹാരങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. എന്നാൽ വൃത്തിയുള്ളതും നല്ലതും പോഷകമൂല്യമുള്ളതും രുചികരവുമായ ഭക്ഷണം ഒരുക്കി കൊടുത്തത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുതന്നെ പല രീതിയിലുള്ളതും വർണ്ണത്തിലുമുള്ള ഭിന്ന രുചിയിലുള്ളതും ഉണ്ടെന്നും വൈവിധ്യമുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികളെക്കാൾ പ്രകടമായ ഔന്നിത്യം അരുളുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകൾ, ജിന്നുകൾ, മറ്റേതെങ്കിലും സൃഷ്ടികളുണ്ടെങ്കിൽ അവയേക്കാൾ എല്ലാ മനുഷ്യൻ അള്ളാഹു ഔന്നത്യം അരുളിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം. അപ്രകാരം മറ്റ് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാലിൽ നടക്കുക, കൈകൊണ്ട് ഭക്ഷിക്കുക, മറ്റ് ജോലികൾ ചെയ്യുക, ധനം സമ്പാദിക്കുക, വസ്ത്രം ധരിക്കുക, സംസാരിക്കുക, ചിരിക്കുക, ചിന്തിക്കുക, എഴുതുക തുടങ്ങി നിരവധി സവിശേഷതകൾ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഖലീഫ എന്ന നിലയ്ക്ക് കൂടി ഇതൊക്കെ അള്ളാഹു നൽകിയത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കൂടിയാണ്. ഔന്നത്യം നൽകിയതും അതിൻ്റെ പേരിലാണ്. ഇങ്ങനെ മനുഷ്യനെ സംസ്കാര സമ്പന്നനും ഉന്നതനും ആദരിക്കപ്പെട്ടവനുമാക്കിയത് അള്ളാഹുവാണ്. ജിന്നുകളോ മലക്കുകളോ പ്രവാചകന്മാരോ വലിയുകളോ ഒന്നുമല്ല ഇത് ചെയ്തിട്ടുള്ളത്. അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കുന്നതിന് പകരം അവൻ്റെ സൃഷ്ടികളുടെ മുന്നിൽ തലകുനിക്കുന്നതിനും അവരെ വലിയുകളാക്കുന്നതിനും നിങ്ങൾ മെനക്കെടാൻ പാടില്ല. അത് അവിവേകമാണ്, വിഡ്ഢിത്തമാണ് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട സംഗതിയായ തൗഹീദിലേക്ക് തന്നെ അള്ളാഹു നമ്മളെ കൊണ്ടുവരികയാണ്. 71-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം ഫമൻ ഊതിയ കിതാബഹു ബിയമീനി ഫൗലൈക യഖറഊന കിതാബഹും വലാ യുദ്ലമൂന ഫതീല. ഇനി ആ ദിനം ഒന്ന് ഓർത്തു നോക്കുക. അന്ന് ഓരോ മനുഷ്യവിഭാഗത്തെയും അവരുടെ നേതാവിനൊപ്പം നാം വിളിക്കും. അന്നേരം വലതു കൈയിൽ കർമ്മപുസ്തകം ലഭിക്കുന്നവർ അവരുടെ പുസ്തകം പാരായണം ചെയ്യുന്നതാകുന്നു. അവരോട് തരിമ്പും അനീതി ഉണ്ടാകുന്നതല്ല എന്നാണ്. യൗമ എന്ന് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് യൗമുൽ ഖിയാമ ആണെന്ന് എല്ലാ മുഫസ്സിറുകളും പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ അക്കാര്യം ഉറപ്പിക്കുന്നുമുണ്ട്. ഓരോ മനുഷ്യവിഭാഗത്തെയും അന്ന് വേർതിരിച്ച് വിളിക്കുമെന്നും ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഇമാമിനൊപ്പം എന്ന ഒരു വാക്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മുഫസ്സിറുകൾക്കിടയിൽ വന്നിട്ടുള്ളത്. ബഗവിയുടെ അഭിപ്രായത്തിൽ നബിമാരോടൊപ്പം എന്ന് അതിനർത്ഥമുണ്ട്, ഇമാം നബി എന്നർത്ഥത്തിൽ. അബൂ സാലിഹ്, അൽ-ലഹാഖ് എന്നിവർ അവർക്കിറക്കപ്പെട്ട ഗ്രന്ഥത്തോടൊപ്പം എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. അൽ ഹസൻ, അബുൽ ആലിയ എന്നിവർ പ്രവർത്തനങ്ങൾക്കൊപ്പം ഹാജരാക്കപ്പെടുമെന്നാണ് ഇമാമിനോടൊപ്പം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നു. അവരുടെ കർമ്മപുസ്തകത്തോടൊപ്പം എന്നാണെന്ന് ഖതാദ പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ഓരോ ജനതയുടെയും കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇമാമുകൾക്കൊപ്പമാണ് അവർ ഹാജരാക്കപ്പെടുക എന്ന് വരുന്നു. അവർ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചവരോ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചവരോ ആകാം. അവർ ആരാധിച്ചവർക്കൊപ്പം എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് മുൻഗണന നൽകുന്ന അഭിപ്രായം ഓരോരുത്തരുടെയും കർമ്മപുസ്തകത്തോടൊപ്പം എന്നാണ്. അതിന് അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നത് സൂറത്ത് യാസീനിലെ 12-ാം സൂക്തത്തിൽ ഇതേ വാക്ക് വന്നിട്ടുണ്ട്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. സകല സംഗതികളും നമ്മൾ തുറന്ന പട്ടികയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇമാമിൻ്റെ അർത്ഥം പട്ടിക, രേഖ, പുസ്തകം എന്നാണ്. ഈ ആയത്തിൽ ഇമാം എന്ന് പറയുമ്പോൾ അതാണ് സൂചിപ്പിച്ചത് എന്ന തെളിവാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുക്കുന്നത്. എന്തായാലും പരലോകത്ത് നല്ല മനുഷ്യരുടെ കർമ്മപുസ്തകം അവരുടെ വലത് കൈയിൽ നൽകപ്പെടും. അവർ അവരുടെ പുസ്തകം സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങും. ആവേശത്തോടുകൂടി അത് മുഴുവൻ വായിച്ചു നോക്കും. വളരെ സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ അഭിമാനത്തോടു കൂടി അത് കാണിക്കും ഒക്കെ ചെയ്യുമെന്ന് ഖുർആൻ പറയുകയാണ്. പരീക്ഷയിൽ നല്ല റാങ്ക് വാങ്ങി വിജയിച്ച ഒരു വിദ്യാർത്ഥി
തൻ്റെ വിജയപത്രം അഭിമാനത്തോടു കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ സന്തോഷം തന്നെയാണ് ഇവിടെയും ഒരർത്ഥത്തിൽ പ്രകടമാകുന്നത്. അതുപോലെയാണ് സംഭവിക്കുന്നത് എന്നർത്ഥം. എന്നാൽ ദുർവൃത്തന്മാരായ ആളുകളുടെ കർമ്മരേഖ ഇടതുകൈയിലാണ് ലഭിക്കുക. കിട്ടിയ ഉടനെ തന്നെ അവരത് പിന്നിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർക്കറിയാം അതിലെന്താണ് ഉള്ളത് എന്ന്. അതുകൊണ്ട് ആ സംഗതികൾ ഖുർആൻ തന്നെ സൂറത്ത് അൽ ഹാക്ക 19-28, അൽ ഇൻഷിഖാഖ് 7-13 തന്നെ ആ കാര്യങ്ങൾ വീണ്ടും സൂചിപ്പിച്ചിട്ടുണ്ട്, വേറെയും പറഞ്ഞിട്ടുണ്ട്. അവരോട് തരിമ്പും അനീതി ചെയ്യപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാണ് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. ഫതീലൻ എന്നതിൻ്റെ ഉദ്ദേശം അണു അളവ്, തരിമ്പ് എന്നൊക്കെയാണ്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, രണ്ട് കൂട്ടരോടും നമ്മൾ ഒരു നിലക്കും അനീതി ചെയ്യുകയില്ല. ചെയ്തതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടുപോകാതെ അതിലുണ്ടാകും. അത് നീതിയുടെ തുലാസിലേക്ക് വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് 72-ാമത്തെ സൂക്തത്തിൽ വമൻ കാന ഫീ ഹാദിഹി അഅ്മ ഫഹുവ ഫിൽ ആഖിറതി അഅ്മ വ അളല്ലു സബീല എന്നാണ് പറയുന്നത്. ഈ ലോകത്ത് അന്ധനായി വാണവനോ അവൻ പരലോകത്തും അന്ധനായി തന്നെ ഇരിക്കും എന്നല്ല, മാർഗം പ്രാപിക്കുന്നതിൽ അന്ധനേക്കാൾ പരാജിതനായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ആയത്തിലെ ഹാദിഹി എന്നതിന് മുഫസ്സിറുകൾ പല അർത്ഥങ്ങളാണ് നൽകിയിരിക്കുന്നത്. മുജാഹിദ്, ഖത്താദ, ഇബ്നു സെയ്ദ് എന്നിവരുടെ അഭിപ്രായത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ എന്നാണ് ഉദ്ദേശം. എന്നാൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇക്രിമയുടെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. യമനിൽ നിന്ന് വന്ന ഒരു സംഘം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തൊട്ടു മുമ്പുള്ള ആയത്തുകൾ വായിച്ചു നോക്കൂ. അതായത് സമുദ്രത്തിൽ നൗകകളെ ചലിപ്പിക്കുന്നവൻ, കടലിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ആദം സന്തതികൾക്ക് മഹത്വം നൽകിയവൻ, കടലിലും കരയിലും വാഹനങ്ങൾ നൽകിയവൻ. തുടർന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അനുഗ്രഹങ്ങൾക്കും ദൃഷ്ടാന്തങ്ങൾക്കും നേരെ അന്ധനാകുന്നവൻ പരലോകത്തെ തൊട്ടും അന്ധനായിരിക്കും. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് ഈ ദുനിയാവിൽ സത്യം കണ്ടെത്തുന്നതിനെ തൊട്ട് അന്ധനാകുന്നവൻ എന്ന് അർത്ഥം നൽകിയ ശേഷം മറ്റ് ചില അഭിപ്രായങ്ങൾ കൂടി ഉദ്ധരിക്കുന്നു. അതിങ്ങനെയാണ്: ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളെ തൊട്ട് അന്ധനാകുന്നവർക്ക് ആഖിറത്തിലെ അനുഗ്രഹങ്ങളെ കാണാൻ കഴിയില്ല. ആഖിറത്തിൽ അന്ധരാകും എന്നതിൻ്റെ അർത്ഥം കണ്ണിൻ്റെ അന്ധതയല്ല, ഖൽബിൻ്റെ അന്ധതയാണ് എന്ന് മറ്റു ചിലരും അഭിപ്രായം പറഞ്ഞതായി ഖുർത്തുബി ഉദ്ധരിക്കുന്നുണ്ട്. അസ്സഅദിയുടെ അഭിപ്രായത്തിൽ ഈ ദുനിയാവിൽ സത്യം സ്വീകരിക്കാതെ വിമുഖത കാട്ടിയവർക്ക് നാളെ സ്വർഗപാതയും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവർക്ക്, ഖുർആനിൽ ഖൽബ് പതിയാത്തവർക്ക്, പ്രവാചകന്റെ മുന്നറിയിപ്പുകളെ തൊട്ട് അന്ധരായവർക്ക് നാളെ പരലോകത്തിൽ സ്വർഗവഴി കാണാനോ വിജയം നേടാനോ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാർഗം പ്രാപിക്കുന്നതിൽ അന്ധനേക്കാൾ പരാജിതനായിരിക്കും എന്നതിൻ്റെ താല്പര്യം പരലോകത്തിൻ്റെ എല്ലാ കാര്യത്തിലും അന്ധനായിരിക്കും, അവിടെയും വഴി കാണാത്തവനായിരിക്കും, സന്മാർഗം പ്രാപിക്കുന്നതിൽ വഴി കാണാത്തവനായിരിക്കും എന്നൊക്കെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. എല്ലാം സൂചിപ്പിക്കുന്നത് ഇത്തരക്കാരുടെ ഇഹപര പരാജയത്തെക്കുറിച്ചാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇനി മറ്റൊരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുകയാണ്. വഇൻ കാദു ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരി അലൈനാ ഗൈറ വഇദൽ ലത്തഖദൂക ഖലീല. പ്രവാചകരെ, നാം അയക്കുന്ന ദിവ്യ സന്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് നാം അയച്ചതല്ലാത്ത സന്ദേശങ്ങൾ താങ്കൾ നമ്മുടെ പേരിൽ കെട്ടിച്ചമക്കുന്നതിന് വേണ്ടി ഈ ജനം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും അവർ താങ്കളെ ഉറ്റ സുഹൃത്തായി സ്വീകരിക്കും. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെതിരെ പയറ്റാത്ത ഒരു തന്ത്രവുമില്ല, ഉപയോഗിക്കാത്ത എതിർപ്പിൻ്റെ ഒരു രീതിയുമില്ല. കള്ളപ്രചാരണങ്ങൾ, ഭീഷണികൾ, സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾ, ദേഹ ഉപദ്രവങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ തുടങ്ങി എല്ലാ പ്രീണനങ്ങളും പ്രലോഭനങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. സമചിത്തതയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെയൊക്കെ നേരിട്ടത്. ഇവിടെ പ്രവാചകനെ കുഴപ്പത്തിൽ ചാടിക്കാൻ നടത്തിയ ശ്രമം അവരുടെ ഇലാഹുകളെ അധിക്ഷേപിക്കണമെന്ന കാര്യമായിരുന്നുവെന്ന് പല മുഫസ്സിറുകളും പറയുന്നു.
എന്നാൽ അതിനൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ല. ഷിർക്കുമായും ജാഹിലിയത്തുമായും സന്ധി ചെയ്ത് തൗഹീദിന്റെ പാതയെ വഴിതെറ്റിച്ച് പ്രവാചകനെ ഫിത്നയിൽ അകപ്പെടുത്താനും അവർ ശ്രമം നടത്തിയിരുന്നു. അതിലേക്കാണ് ഈ ആയത്തിന്റെ സൂചന എന്ന് മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സന്ധിക്കോ താൽക്കാലിക നീക്കുപോക്കുകൾക്കോ പ്രവാചകൻ തയ്യാറായാൽ വഹയി മുഖേനയാണ് ഞാനിതൊക്കെ പറയുന്നത് എന്ന് സ്ഥാപിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ അത് ആരോപിക്കാനും ഇടവരും. അപ്പോൾ അവർക്കത് ആഘോഷിക്കാം. അങ്ങനെ അല്പമൊന്ന് അയഞ്ഞു കൊടുത്താലോ അവർ പ്രവാചകനെ അവരുടെ സുഹൃത്തായി സ്വീകരിക്കുകയും ചെയ്യും എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിനെ ചിലപ്പോൾ തടവാറുണ്ടായിരുന്നു. അവരുടെ ദൈവങ്ങളെ, അഥവാ അവരുടെ ഭാഷയിൽ കല്ലുകളെ, ദൈവങ്ങളെ അങ്ങനെ തടവണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ചില റിപ്പോർട്ടുകളിൽ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്താൽ അവർക്ക് അത് പിന്തുടരാം, അവരുടെ ദൈവങ്ങളെയും അങ്ങനെ തടവാം. അങ്ങനെ ചെയ്യാൻ അള്ളാഹുവാണ് പറഞ്ഞത് എന്നൊക്കെ തട്ടുപിടിക്കുകയും ചെയ്യാം. അങ്ങനെ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നൊരവസ്ഥ വരും. ഈ സാഹചര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി ചില റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഖലീലൻ എന്നതിന് ദരിദ്രൻ അഥവാ അൽ ഖല്ല എന്നതിൽ നിന്നുണ്ടായ വാക്കായി പരിഗണിക്കുമ്പോൾ ഖുർത്തുബി സൂചിപ്പിക്കുന്നുണ്ട്, താങ്കളെ അവർ തങ്ങളുടെ സുഹൃത്തായി സ്വീകരിക്കുമെന്നതിൻ്റെ താല്പര്യം താങ്കളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ പരിഹരിച്ചു തരാൻ അവർ തയ്യാറാകുമെന്നാണ്. താങ്കളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ പരിഹരിച്ച് അവർ താങ്കളെ സുഹൃത്താക്കും, അവരെല്ലാ പരിഗണനയും നൽകും, എന്തിനും അവർ തയ്യാറാകും. ഏതായിരുന്നാലും ഇസ്ലാമിനും പ്രവാചകനും ഖുർആനുമെതിരെയുള്ള കുതന്ത്രങ്ങളിൽ ഏതറ്റം വരെ പോകാനും ഖുറൈശികൾ തയ്യാറായിരുന്നു എന്നാണ് ഈ കളികളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പല രൂപങ്ങളും ഇന്നും സജീവമാണ്. വിശ്വാസികളെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രസ്താവനയോ ഒരു മൗന സമ്മതമോ ഒരു സപ്പോർട്ടോ ഒരു വാർത്തയോ എന്തെങ്കിലും ഒന്നവർക്ക് ആഘോഷിക്കുവാൻ കിട്ടിയാൽ അത് വെച്ചിട്ട് കളിക്കാമെന്ന രൂപത്തിലുള്ള കളികൾ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പല രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ വിശ്വാസികളും ജാഗ്രത പാലിക്കണം. ഇത് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെണിയിൽ കൊടുക്കാൻ പരിശ്രമിച്ച പൈശാചിക ശക്തികൾ ഇന്നുമുണ്ട്. അത്തരക്കാരെ എന്നും ഉണ്ടാകുമെന്നൊരു ബോധമുണ്ടാകണമെന്ന് കൂടി ഈ ആയത്ത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല. നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അവരുടെ പക്ഷത്തേക്ക് അല്പസ്വല്പം ചാഞ്ഞു പോകുക വിദൂരമായിരുന്നില്ല എന്നാണ്. മുകളിലെ ആയത്തിൽ നാം വിശദീകരിച്ച പ്രലോഭനങ്ങളും പ്രീണനങ്ങളും ഖുറൈശികളുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പ്രകൃതത്തിൽ ശുദ്ധനും സാത്വികനുമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ഭാവി ഓർത്ത് സ്വന്തം താല്പര്യത്തിനല്ല, മഅദല്ലാ, ചിലപ്പോൾ വല്ല പ്രീണനങ്ങളിലും വീണു പോകാൻ സാധ്യതയുണ്ടല്ലോ. പക്ഷേ അള്ളാഹു പ്രവാചകന്മാർക്ക് ഇസ്മത്ത്, പാപ സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ദീനിൻ്റെ കാര്യങ്ങൾ അന്തിമമായി തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് താങ്കൾ അല്പമെങ്കിലും ഇസ്ലാമിൻ്റെ എതിരാളികളുടെ ആവശ്യത്തിലേക്ക് ചാഞ്ഞു പോകാൻ, തർക്കനു വന്നാൽ തമീലു അഥവാ ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ടെങ്കിലും അള്ളാഹു അത്തരം സന്ദർഭങ്ങളിൽ താങ്കളെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് അതുകൊണ്ടാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ നാടിനെ മക്കയെപ്പോലെ ഹറമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത്തരം സന്ദർഭത്തിലേക്കാണ് ഇതിൻ്റെ സൂചന എന്ന് പറഞ്ഞിട്ടുള്ള മുഫസ്സിറുകളുണ്ട്. എന്തായാലും താങ്കളെ അത്തരം ഘട്ടത്തിൽ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് ഖുർആൻ ഇവിടെ ഗണ്യതമായി പറയുമ്പോൾ മറ്റൊരു സംശയത്തിനും ഇടമില്ല. ഇത്തരം കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ ജാഗ്രത കാണിക്കുകയും പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ നാഥ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യത്തിൽ നീ എന്നെ ഒറ്റക്കാക്കല്ല എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. ഏതെങ്കിലും നിലക്ക് ഒന്നിലേക്ക് ചാഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇത് പ്രവാചകനെ വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹു തൻ്റെ പ്രവാചകനെ ഏത് ഘട്ടത്തിലും അവൻ്റെ ഇംഗിതത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അവൻ്റെ ഇസ്മത്തും സുരക്ഷയും നൽകി കുതന്ത്രക്കാരുടെ എല്ലാ ഷർറിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇദൻ ലഅദഖനാക ളിഅഫൽ ഹയാതി വളിഅഫൽ മമാത് സുമ്മ ലാ തജിദു ലക അലൈനാ നസീറ. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നാം താങ്കളെ ഇഹത്തിൽ ഇരട്ടി ശിക്ഷ അനുഭവിപ്പിക്കും, ഇരട്ടി ശിക്ഷ പരലോകത്തിലും അനുഭവിപ്പിക്കും. നമുക്കെതിരെ താങ്കൾക്കൊരു സഹായിയെയും കിട്ടുകയില്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പലതരം കുതന്ത്രങ്ങളുടെ ഭാഗമായുള്ള എന്തെങ്കിലും പ്രീണനങ്ങളിൽ വീണ് പ്രവാചകൻ അല്പമെങ്കിലും അവരുടെ പക്ഷത്തേക്ക് ചാഞ്ഞു പോയിരുന്നെങ്കിൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഹത്തിലും പരത്തിലും ഇരട്ടി ശിക്ഷകൾ ആസ്വദിപ്പിക്കുമെന്ന് ഉണർത്തുകയാണ്. ഇത് അത്യന്തം ഗൗരവപ്പെട്ട ഒരു താക്കീതാണ്. സ്ഥാനവലിപ്പം കൂടുന്നതിനനുസരിച്ച് വീഴ്ചകൾക്കുള്ള ശിക്ഷ കടുക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രവാചകനല്ലാത്തവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ ഈ ലോകത്തും പരലോകത്തും നൽകുമെന്നാണ് തഫ്സീറുൽ ജലാലൈനിയിൽ പറയുന്നത്. അതിൽ നിന്ന് അള്ളാഹുവിനെ തടുക്കാൻ പ്രവാചകന് ഒരു സഹായിയെയും കിട്ടില്ല എന്ന് പറയുന്നതും ഗൗരവപ്പെട്ട കാര്യമാണ്. ഇതാണ് തൻ്റെ പ്രവാചകനോടുള്ള സമീപനമെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ വെള്ളം ചേർക്കുന്നവരുടെ കാര്യം എങ്ങനെയായിരിക്കണമെന്ന ജാഗ്രതാബോധമാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. തഫീമുൽ ഖുർആനിൽ സയ്യിദ് മൗദൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകളെ വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ്. അള്ളാഹു ആ സംഭവങ്ങളെ എല്ലാം അവലോകനം ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസത്യവുമായി വല്ല സന്ധിയിലും എത്തുകയാണെങ്കിൽ ദൈവകോപം പ്രവാചകനുമേൽ ആളിക്കത്തും, ഇഹത്തിലും പരത്തിലും ഇരട്ടി ശിക്ഷ ലഭിക്കുകയും ചെയ്യും. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം അസത്യത്തിൻ്റെ ശക്തികളെ നേരിടാൻ സാധ്യമല്ല. അതിന് അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും വേണം. അതുള്ളത് കൊണ്ടാണ് ഏത് സാഹചര്യത്തിലും പ്രവാചകന് സത്യപാതയിൽ പർവ്വതം പോലെ ഉറച്ചു നിൽക്കാനും കടുകിട തെറ്റാതെ നിൽക്കാനും സാധിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ആളുകൾക്ക്, ഖൈർ ഉമ്മത്തിന്, ഇസ്ലാമിക പ്രവർത്തകർക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പ്രീണനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന വലിയൊരു സന്ദേശം ഈ കാലഘട്ടത്തിൽ ഇത് പ്രത്യേകിച്ച് നമുക്ക് നൽകുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ കാലികമായ ഇത്തരം പാഠങ്ങൾ സത്യവിശ്വാസികൾ ഉൾക്കൊള്ളണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഉദവി നൽകി നമ്മെ എല്ലാവരെയും, ഈ കാലഘട്ടത്തിലെ ഉലമാക്കളെയും ഉമറാക്കളെയും മുസ്ലിം സംഘടനകളെയും ഖൈർ ഉമ്മത്തിനെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.